അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിൽ പല ആളുകളും പ്രത്യേകം ഒരുപാട് സഹോദരിമാർ ഭർത്താക്കന്മാരുടെ വ്യഭിചാര ബുദ്ധിയെ മാറ്റണം, വ്യഭിചാരമാണ്, അവിഹിത ബന്ധങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന സഹോദരിമാരുണ്ട്. അതേ സമയത്ത് ഒരുപാട് സഹോദരന്മാരുണ്ട് ഇത്തരം പ്രയാസങ്ങൾ പറയുന്ന മക്കളുടെ വ്യഭിചാരത്തെക്കുറിച്ച്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുക. 2-3 വഴികൾ ഞാൻ ഈ വിഷയത്തിൽ പറയും. അതിൽ ഒന്നാമത്തത്, നമുക്ക് അവരുടെ ഈ മാനസിക അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് 7 ദിവസം സൂറത്തുന്നൂറിലെ 34-ാമത്തെ ആയത്ത്, ഇത് 7 ദിവസം അല്പം വെള്ളമെടുത്തതിലേക്ക് മന്ത്രിക്കുകയും, തെറ്റുകൂടാതെ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് മാവുണ്ടാക്കി പത്തിരിയോ ചപ്പാത്തിയോ മറ്റോ ചുട്ട് അവർക്ക് മന്ത്രിച്ചതൊന്നും അവരറിയണ്ട, ഇതിലേക്ക് മന്ത്രിച്ച് ഈ ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കുക. 7 ദിവസമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ പറഞ്ഞ ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാനത് ഓതി കേൾപ്പിക്കുന്നുണ്ട്. സൂറത്തുന്നൂറിലെ ഈ ആയത്ത് 7 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം ഉപയോഗിച്ച് പത്തിരി ഉണ്ടാക്കി ഇത്തരം ബുദ്ധിയുള്ള, ഇത്തരം മാനസികാവസ്ഥയുള്ള ആളുകളിലേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അവരോട് ഈ വിഷയങ്ങളൊന്നും പറയണ്ട, ഇങ്ങനെ കഴിക്കാൻ കൂടി 7 ദിവസം നമ്മൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അവരെ മനസ്സ് മാറാനത് കാരണമാണ്. അള്ളാഹു അത്തരം ബുദ്ധികളിൽ നിന്ന് നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും കുടുംബത്തെയും പ്രത്യേകം മക്കളെയൊക്കെ അള്ളാഹു കാത്ത് സലാമത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുന്നൂറിലെ ആയത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. മനസ്സിലായല്ലോ? ഈ ആയത്ത് നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. ഈ ആയത്താണ് 7 പ്രാവശ്യം ഓതി മന്ത്രിക്കേണ്ടത്. ഇത് ഓതുന്ന സമയത്ത് മനസ്സുകൊണ്ട് അവരെ പേര് കരുതുകയും അവരെ ഓർക്കുകയും അവരുടെ ഈ ദുസ്വഭാവം മാറണമെന്ന് മനസ്സിൽ കരുതുകയും ചെയ്ത് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് നിങ്ങൾ 7 ദിവസം അവർക്ക് അതിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അത് കാരണം ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളൊക്കെ സംരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വഴി, ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം മുജറബാത്തുകളാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടത് ചെയ്യുകയാണെങ്കിൽ, ചൊല്ലുകയാണെങ്കിൽ വലിയ ഫലങ്ങൾ നൽകുന്ന മന്ത്രങ്ങളാണ് ഇൻഷാ അല്ലാഹ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ ഞാൻ ഈ ശേഷം പറയുന്ന ഔറാദുകൾ മന്ത്രിച്ച്, അവർ അറിയാതെ അവരെ ഡ്രസ്സിലേക്ക് മന്ത്രിച്ച് അവർക്ക് ധരിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് പറയുന്നത്, അവർ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വസ്ത്രം എടുക്കുക. ആ വസ്ത്രത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് 1001 സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് 1001 പ്രാവശ്യം നമ്മൾ ഓതണം. എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് മന്ത്രിക്കണം.
സാധാരണ കൂടുതലായിട്ടിടുന്ന വസ്ത്രം ഏതാണെന്ന് നോക്കി അങ്ങനെ മന്ത്രിക്കുക. ശേഷം 313 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ അത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്, നിങ്ങൾക്കറിയാമല്ലോ, സൂറത്തുൽ ബഖറ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലണം, മറക്കരുത്. ഓരോ പ്രാവശ്യം നമ്മൾ ഓതുമ്പോഴും നിർബന്ധമായിട്ടും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലി ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ 313 പ്രാവശ്യം ഓതി ഡ്രസ്സിലേക്ക് മന്ത്രിക്കുക. ഇത് ഇൻഷാ അല്ലാഹ് ചെയ്ത് അവരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡ്രസ്സ് ധരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ പരമാവധി അവരുടെ മനസ്സ് മാറാൻ അത് കാരണമാക്കി തരും. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ വിശ്വാസമില്ലാതെ, തവക്കുലില്ലാതെ, പ്രതീക്ഷയില്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടണമെന്നില്ല. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ആളിന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകും, ഇവൻ്റെ ഈ ദുസ്വഭാവം, ഈ ബുദ്ധി അവന് മാറണം, അല്ലെങ്കിൽ ഇവളുടെ ബുദ്ധി മാറണം എന്ന ലക്ഷ്യം വെച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ ചൊല്ലിയ ഭാഗങ്ങൾ, പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജും അതിൻ്റെ കൃത്യമായി എങ്ങനെ പാരായണം ചെയ്യണം, ഇതൊക്കെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, ഒരു അത്ഭുതമാണ് ഉസ്താദെ, ഈ പറഞ്ഞത് ഞങ്ങൾ അതുപോലെ ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടു എന്ന് നമ്മൾ പറയും. എത്രയോ വോയിസുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആത്മാർത്ഥമായി ആരൊക്കെ ചൊല്ലിയിട്ടുണ്ടോ അവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഓരോ അനുഭവങ്ങളും വോയിസുകളായിട്ട് നമുക്ക് അയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആത്മാർത്ഥത പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം ഒരു പ്രയാസം ഒരു കുടുംബത്തിൽ വന്നാൽ അത് വലിയ മാനസിക പിരിമുറുക്കത്തിനൊക്കെ കാരണമാകുമല്ലോ. ഒരു ഭാര്യ ഭർത്താവ് രണ്ടാളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് ഇത്തരം ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ അവരെ കുടുംബത്തെ, ദാമ്പത്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കും. അത് വലിയൊരു പ്രയാസഘട്ടത്തിലേക്ക് മാറ്റിപ്പോവും. അതുകൊണ്ട് നമുക്കൊന്നും അത്തരം ഘട്ടങ്ങൾ അല്ലാഹു നൽകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തമ്മിൽ സംശയരോഗം വരുന്ന അവസ്ഥ, അത് കാരണം തമ്മിൽ എപ്പോഴും വഴക്ക് കൂടുന്ന അവസ്ഥ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. പല കുടുംബങ്ങളെയും ഇത്തരം കാരണങ്ങളാണ് തമ്മിൽ പിരിയാൻ കാരണങ്ങളാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇവൻ്റെ നിരന്തരമായിട്ടുള്ള എപ്പോഴും ഈ വിഷയത്തിലുള്ള സംശയരോഗങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരം പ്രയാസങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സലാമത്തിലാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഈ വെരിക്കോസ് ഓയിൽ ഇത് ഞാൻ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് 6ാമത്തെ വർഷമാണ്. അൽഹംദുലില്ലാഹ് ഉപയോഗിച്ച എല്ലാവർക്കും 100% സന്തോഷം മാത്രം പറഞ്ഞ, എനിക്ക് 5 വർഷം കൊണ്ടുള്ള വെരിക്കോസ് വെയിൻ അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ഈ എണ്ണ തേച്ച് ഷിഫയായ അൽഹംദുലില്ലാഹ് ഉസ്താദിന് എല്ലാ അനുഗ്രഹവും അല്ലാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒത്തിരി ഒന്നും തേച്ചിട്ടില്ല ഉസ്താദ്. ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് 20 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല, കൂടുതൽ നേരവും വെച്ച്. ഞാൻ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് ദുഹായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് തേക്കും. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല പൂർണ്ണമായിട്ട് ഷിഫായി. ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നായിരുന്നു.